മോർണിംഗ് എവരിവൺ, വെൽക്കം ടു ദക്ഷിണ ലേണിംഗ്. ഇന്നത്തെ ന്യൂസ് ബ്രീഫിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പോട്ട് ഡേയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ന്യൂസ് ഹെഡ്ലൈൻ വന്നിട്ട് ഇന്ത്യസ് ന്യൂ നോർമൽ ഡീകൺസ്ട്രക്റ്റഡ്. അപ്പോൾ ഇന്ത്യയുടെ കൗണ്ടർ ടെറർ സ്ട്രാറ്റജി കുറിച്ചിട്ടുള്ള ഒരു ന്യൂസാണ് ആദ്യമുള്ളത്. സെക്കൻഡ് വൺ ഈസ് സ്കീം ബേസ്ഡ് വർക്കേഴ്സ് സ്ട്രഗിൾ ഫോർ ആൻ ഐഡന്റിറ്റി. ഇത് ഇന്ത്യയുടെ ലേബർ ലാൻഡ്സ്കേപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വൾണറബിൾ സെക്ഷൻ ഓഫ് ദ പോപ്പുലേഷനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. തേർഡ് വൺ, പ്രോഗ്രസ് ഷുഡ് നോട്ട് ബി ജസ്റ്റ് ഫാസ്റ്റ് ബട്ട് ഫ്യൂച്ചർ പ്രൂഫ്. അപ്പോൾ ഇതൊരു ക്ലൈമറ്റ് റിലേറ്റഡ് ആസ്പെക്റ്റിലുള്ള ഒരു കൺസർവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. തേർഡ് വൺ ഈസ് 3-year റൂൾ സെറ്റ് ബാക്ക് ടു ജുഡീഷ്യറി ആസ്പിറൻസ്. ഇത് ജുഡീഷ്യൽ റിഫോം ആസ്പെക്റ്റിൽ വന്ന ന്യൂസാണ്. ഫിഫ്ത്ത് വൺ ഈസ് കുർമമേള, ഇത് സയൻസ് ഓഫ് മാസ് നെസ്റ്റിംഗ് ഓഫ് ഒലീവ് റെഡ്ലി ടർട്ടിൽസ്. അപ്പോൾ ഒരു സ്പീഷ്യസ് സ്പെസിഫിക് ആയ നിഷ ആക്ടിവിറ്റി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ന്യൂസാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ന്യൂസിൻ്റെ ബ്രീഫിങ്ങും കറസ്പോണ്ടിങ് ആൻഡ് പ്രിലിംസ് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള അനാലിസിലോട്ട് പോകും. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ന്യൂ നോർമൽ ഡീകൺസ്ട്രക്റ്റഡ് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു കറൻ്റ്ലി നമ്മുടെ പുതിയൊരു കൗണ്ടർ ടെറർ സ്ട്രാറ്റജിയെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഈ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് ഓപ്പറേഷൻ സിന്ദൂറിലെ കറക്റ്റ് നമ്മുടെ ഒരു കൗണ്ടർ ടെറർ സ്ട്രാറ്റജിയെ ആണ് മെയിനായിട്ട് ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പ് വരെ നമുക്കൊരു ടെററിസം ഇഷ്യൂ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഡിപ്ലോമാറ്റിക് ലെവലിൽ ഡയലോഗ് എന്നുള്ള രീതിയിൽ തേർഡ് പാർട്ടി ഇന്റർവെൻഷനിലൂടെയൊക്കെയാണ് മെയിനായിട്ട് സെറ്റിൽ ഡൗൺ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ മോഡി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന PM പറഞ്ഞ പോലെ തന്നെ ഇതൊരു ന്യൂ ഡോക്ട്രിനായിട്ട് മാറിയിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ ടെറർ ഗ്രൂപ്പിനെ വളരെ UN പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടാർഗറ്റഡ് ഗ്രൂപ്പിനെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് അവരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ടാക്ടിക്സിലോട്ടാണ് പോകുന്നത്. എസ്പെഷ്യലി യൂസിങ് ISR സിസ്റ്റം, അതായത് ഇന്റലിജൻസ് സർവിലൻസ് സിസ്റ്റം മെയിനായിട്ട് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ന്യൂ നോർമലായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഓതർ മെയിനായിട്ട് ഈ ഒരു ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിലിംസിൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രിലിംസ് നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ UN പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഇസ് ലക്ഷറി തോയ്ബ. അപ്പോൾ ലക്ഷറി തോയ്ബ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ സ്റ്റേറ്റ് ആക്ടറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് ഓൾറെഡി നമുക്ക് കുറച്ച് അറ്റാക്സ് തന്നിട്ടുണ്ട്. 2001 പാർലമെന്റ്, 2008 മുംബൈ അറ്റാക്ക്, അതേപോലെ ജെയ്ഷെ മുഹമ്മദ് പത്താൻകോട്ട് അറ്റാക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പ്ലെയർ ആണ്. അതേപോലെ പുൽവാമ അറ്റാക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പ്ലെയർ ആണ്. ദെൻ ഹിസ്ബുൾ മുജാഹിദീൻ എന്നുള്ള ഗ്രൂപ്പ്, ഇത് മെയിൻലി പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ഇൻസർജൻസിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പ്രിലിംസ് പോയിന്റിലോ കീവേഡ് വരുന്നത്. ഇനി മെയിൻസ് പോയിന്റിൽ ഇന്ത്യൻ നൈബർഹുഡ് ആസ്പെക്റ്റിൽ നമുക്ക് ഈ ഒരു 4 പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യാം. ഇന്ത്യൻ സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ റോൾ ഓഫ് നോൺ സ്റ്റേറ്റ് ആക്ടർ എന്നുള്ള രീതിയിൽ മെയിനായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസിലോട്ട് പോകാം. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ലേബർ ലാൻഡ്സ്കേപ്പിന് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു വൾണറബിൾ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ആണ്. അത് ഏതാണെന്ന് വെച്ചാൽ സ്കീം ബേസ്ഡ് വർക്കേഴ്സ് ആണ്. അപ്പോൾ സ്കീം ബേസ്ഡ് വർക്കേഴ്സിൽ ആരൊക്കെ വരും എന്ന് നോക്കിയാൽ അംഗൻവാടി വർക്കേഴ്സ് അതിൻ്റെ ആംബിറ്റ് വരും, ആശാ വർക്കേഴ്സ് അതിൻ്റെ ആംബിറ്റിൽ വരും, മിഡ് ഡേ മീൽ വർക്കേഴ്സ് അതിൻ്റെ ആംബിറ്റിൽ വരും. എന്തുകൊണ്ട് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവർ മെയിനായിട്ട് ഇപ്പോൾ സ്ട്രൈക്കിലാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ലേബർ റൈറ്റ്സിന് വേണ്ടി. എന്തൊക്കെ ലേബർ റൈറ്റ്സ്? ആസ് എ വർക്കർ എന്നുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ട്, മിനിമം വേജസ് കിട്ടാൻ വേണ്ടിയിട്ട്, സോഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആൾസോ ദേ ആർ ഡിമാൻഡിങ് ഡയലോഗ് ഡെലിവറി വിത്ത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എംപ്ലോയറുമായിട്ട് ഡയലോഗ് ഡെലിവറി അവർ ആവശ്യപ്പെടുന്നുണ്ട്. ആൾസോ ഗവൺമെന്റ് ഓൾസോ. പക്ഷേ ഇത് കൺസിസ്റ്റന്റ്ലി ഗവൺമെന്റിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയും അവർക്കുള്ള ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ആണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ ഇവർ ഹൈലി ക്രിട്ടിക്കലാണ്. എസ്പെഷ്യലി അവർ ഡീൽ ചെയ്യുന്ന ഒരു വൾണറബിൾ സെക്ഷൻ ഓഫ് പോപ്പുലേഷനുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഈവൻ ചിൽഡ്രൻ ആയാലും ഹോസ്പിറ്റലിലെ പേഷ്യൻസ് ആയാലും അതൊക്കെ ഹൈലി ക്രിട്ടിക്കലാണ് പോപ്പുലേഷൻ്റെ പാർട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇവരുടെ റൈറ്റ്സ് ഹൈലി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് ആക്ച്വലി ഓതർ ഈ ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് നമുക്ക് പ്രിലിംസ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിങ് ആക്കി നോക്കാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ പോയിന്റ്സ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെന്റ് തന്നെയാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജഡ്ജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശ് ഗുജറാത്ത് അംഗൻവാടി ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് എന്നുള്ളൊരു ഹെഡിങ് ആണ്. അത് മെയിനായിട്ട് മിനിമം വേജസ് ആക്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഉള്ളൊരു കോർട്ട് ഓർഡറാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്താണ്? ഇറ്റ് പ്രൊവൈഡ് സബ്സിഡൈസ് ഫുഡ് ഗ്രെയിൻസ് ടു എലിജിബിൾ ഹൗസ് ഹോൾഡ്. അതായത് എലിജിബിൾ ഹൗസ് ഹോൾഡിന് സബ്സിഡൈസ് ഫുഡ് ഗ്രെയിൻസ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ ലേബർ കോൺഫറൻസ്, ഇതൊരു ട്രൈ പാർട്ടി കോൺഫറൻസ് ആണ്. അതായത് ഗവൺമെന്റ്, വർക്കേഴ്സ്, എംപ്ലോയീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ്. മെയിനായിട്ട് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ് ഇതിന്റെ മെയിൻ ആംബിറ്റ് വരുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഇറ്റ് മാൻഡേറ്റ്സ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ടു എംപ്ലോയീസ് ആഫ്റ്റർ 5 years ഓഫ് സർവീസ്. അതായത് 5 yearsന് ശേഷം അവർക്ക് ഗ്രാറ്റുവിറ്റി പേയ്മെന്റ് കൊടുക്കണമെന്നാണ് മെയിനായിട്ട് ഇത് മാൻഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. ഇനി നമുക്ക്
കുറച്ച് ലേബർ ലോസിന്റെ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ചേർക്കുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ കണ്ടീഷൻ ഓഫ് വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലേബർ ലോസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫാക്ടറീസ് ആക്ട് ഉണ്ട്, കോൺട്രാക്ട് ലേബർ ആക്ട് ഓഫ് 1970 ഉണ്ട്, ഷോപ്പ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വേജസ് ആൻഡ് റെമ്യൂണറേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്ന മിനിമം വേജസ് ആക്ട് ഉണ്ട്, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്ന എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ഓഫ് 1952 ഉണ്ട്, വർക്ക്മാൻ കോമ്പൻസേഷൻ ആക്ട് ഓഫ് 1923 ഉണ്ട്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ഓഫ് 1948 ഉണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് എംപ്ലോയ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ഇൻഡസ്ട്രി റിലേഷൻ. ഇതിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ഓഫ് 1947, ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഓഫ് 1946. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പ്രിലിംസ് പോയിന്റിൽ ഈ ന്യൂസ് ബ്രീഫിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ മെയിൻസ് ഏരിയയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഗവർണൻസ് ആംഗിളിൽ കണക്ട് ചെയ്യാം, സോഷ്യൽ ജസ്റ്റിസിലും കണക്ട് ചെയ്യാം, അതേപോലെ ഇന്ത്യൻ എക്കോണമിയിൽ ലേബർ റിഫോംസ് എന്നുള്ള ആംബിറ്റിലും മെയിനായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. സോ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്, എസ്പെഷ്യലി ഇന്ത്യൻ റീജിയനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യ ഫേസസ് സിവിയർ ആൻഡ് ഗ്രോയിങ് ക്ലൈമറ്റ് ഫിസിക്കൽ റിസ്ക്. അപ്പോൾ ഇന്ത്യ എന്നുള്ള റീജിയൻ ഒരു ക്ലൈമറ്റ് ഫിസിക്കൽ റിസ്കിനെ സിവിയർ ആയിട്ട് വൾണറബിൾ ആയിട്ടുള്ള നേഷൻ ആണെന്നാണ് പറയുന്നത്. ഈ ക്ലൈമറ്റ് ഫിസിക്കൽ ആംബിറ്റിൽ വരുന്ന ഏതൊക്കെ ഇവന്റ്സ് എന്ന് വെച്ചാൽ ഫ്ലഡ്, ഹീറ്റ് വേവ്സ്, ഡ്രൗട്ട്സ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഇവന്റ് വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്ട് എന്താണ്? ഇതിൻ്റെ ഇമ്പാക്ട് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാകാറുണ്ട്, ഹെൽത്തിൽ ഉണ്ടാകാറുണ്ട്, നമ്മുടെ സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓതർ പറയുന്നത് വെച്ചാൽ നമ്മൾ എക്കോണമിക്കലി പ്രൊഡക്റ്റ് ആണ്, നമുക്ക് നാഷണൽ അഡാപ്റ്റേഷൻ പ്ലാനും ഉണ്ട്, പക്ഷെ എന്നാൽ കൂടി നമ്മുടെ ഡേറ്റാ സിസ്റ്റം അത്ര സ്ട്രോങ് അല്ല, നമുക്കൊരു യൂണിഫൈഡ് ഡേറ്റാ സിസ്റ്റം വേണമെന്നാണ് ഓതർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു ക്ലൈമറ്റ് ഫിസിക്കൽ റിസ്കിനെ അസസ് ചെയ്തിട്ടുള്ള ഒരു ടൂൾ വേണമെന്നും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഡേറ്റാ സിസ്റ്റം വേണം. എന്തിനു വേണ്ടിയിട്ട്? പബ്ലിക് സെക്ടർ, പ്രൈവറ്റ് സെക്ടറിൻ്റെ ഒരു ക്വാളിറ്റി ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റ വേണ്ടത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഈ ഒരു ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് പ്രിൻസ് പോയിന്റ് ഏതൊക്കെ നോക്കാം. അപ്പോൾ പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്തൊക്കെ റോൾ പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് എന്ന് വെച്ചാൽ RBI ആണ്. RBI ഒരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആസ്പെക്റ്റിൽ? ഫിനാൻഷ്യൽ റെഗുലേഷൻ, റിസ്ക് മാനേജ്മെന്റ് സൈഡിലെല്ലാം ക്ലൈമറ്റ് റിസ്കിൻ്റെ ഒരു ആംബിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ഫിനാൻസിങ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇന്ത്യ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇത് മെയിനായിട്ട് നമ്മുടെ വൾണറബിലിറ്റി അസസ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ഒരു വൾണറബിലിറ്റി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്സ്, അതേപോലെ അറ്റ്ലസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത് ആക്ച്വലി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് തരുന്നുണ്ട്, ട്രെയിനിങ്, പോളിസി അഡ്വക്കസി മെയിനായിട്ട് തരുന്നുണ്ട്. ക്ലൈമറ്റ് ഫിസിക്കൽ റിസ്ക് ഈ ക്ലൈമറ്റ് ഫിസിക്കൽ റിസ്ക് എന്ന് വെച്ചാൽ ഒരു സഡൻ ഇവന്റ് ആണ് മെയിൻലി ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ റിസ്ക് അത് മെയിനായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഫ്ലഡ്സ്, സൈക്ലോൺ, ഹീറ്റ് വേവ്സ് ആണ്. ഇത് ആക്ച്വലി ഒരു സഡൻ ഇവന്റ് ആണെങ്കിൽ കൂടി ഇതിൻ്റെ ഒരു മെയിൻ കോസേറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ലോങ് ടൈം ഇവന്റ്സ് ആണ്. അതായത് റൈസിങ് ടെമ്പറേച്ചർ, സീ ലെവൽ റൈസ് ഒക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ഇമ്പോർട്ടൻ്റ് ഉള്ള ആസ്പെക്റ്റ് ആണ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ് അതിൻ്റെ കീ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ്സ് ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, ഫിനാൻസിങ്, സ്പെഷ്യലൈസേഷൻ, എമിഷൻ ഗോൾസ്, ബർഡൻ ഷെയറിംഗ്, റിവ്യൂ മെക്കാനിസം, ക്ലൈമറ്റ് റിലേറ്റഡ് ലോസസ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആംബിറ്റ് പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്. ഓക്കെ, നമുക്ക് മെയിൻ സ്പോട്ടിൽ ഏതൊക്കെ കണക്ട് ചെയ്യാം? ഫോർ എൻവയോൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആംഗിൾ കണക്ട് ചെയ്യാം, അതേപോലെ ഗവർണൻസ് ആംഗിളിലും കണക്ട് ചെയ്യാം, ഇന്ത്യൻ എക്കോണമി ആംഗിളിലും നമുക്ക് കണക്ട് ചെയ്യാം. മെയിനായിട്ട് ഈ ഒരു ന്യൂസിലെ പോയിന്റ്സ് ഇത്രയാണ് ഈ ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ റിഫോം ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ ഈ ന്യൂസിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു 3-year റൂൾ നോം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് 3-year റൂൾ നോം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജുഡീഷ്യൽ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ഒരു അഡ്വക്കേറ്റിന്റെ സ്റ്റഡീസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആസ്പിറൻസിന് ഇനി തൊട്ട് 3-year പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ജുഡീഷ്യൽ ലെവൽ എക്സാമിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. സബോർഡിനേറ്റ് ജുഡീഷ്യൽ സർവീസ് എക്സാമിനെ മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂസിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ ഓതർ മെയിനായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു ഇൻക്ലൂസിവിറ്റി ഹൈലി ബാധിക്കും എന്നുള്ളതാണ്. എസ്പെഷ്യലി വുമൺ, അതേപോലെ വൾണറബിൾ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ അവർക്ക് ആക്ച്വലി ഈ ഒരു കരിയർ ചൂസ് ചെയ്യുന്നത് അവർക്കൊരു എംപ്ലോയ്മെന്റും ഹയർ കരിയർ പ്രോഗ്രഷൻ എന്നുള്ള ആസ്പെക്ട് ആണ്. അപ്പോൾ കറന്റ് ഇങ്ങനത്തെ ഒരു നോം കൊണ്ടുവരുമ്പോൾ അത് അവരുടെ ഹയർ കരിയർ ആംബിഷന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുവരും എന്നുള്ളത്, നല്ല ടാലന്റ് പൂളിലുള്ള ആൾക്കാർ ജുഡീഷ്യറിയിലോട്ട് അട്രാക്ട് ആവില്ല എന്നുള്ള ഡിസിഷനാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഓതർ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു നോം കൊണ്ടുവരുന്നതിനെക്കാട്ടി അവർക്ക് ട്രെയിനിങ് എക്സ്പീരിയൻസും കൊടുക്കുക എന്നുള്ളതാണ്. അതായത് അവർ പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ട്രെയിനിങ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ള സജഷനാണ് മെയിനായിട്ട് വരുന്നത്. അത് മെയിനായിട്ട് സജഷൻ എന്ന് വെച്ചാൽ ഇൻറ്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം, സിനാരിയോ ബേസ്ഡ് ടെസ്റ്റിംഗ്, സ്ട്രക്ചേർഡ് മെന്റർഷിപ്പ് ഒക്കെ അവരുടെ ആ ഒരു
അക്കാഡമിക് ടൈമിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടാലന്റ് പൂളിന്റെ ഔട്ട്പുട്ട് മെയിനായിട്ട് അവരുടെ ഫൈനൽ ഇയറിൽ തന്നെ കിട്ടും എന്നുള്ള സജഷനാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ബ്രീഫ് ഏതൊക്കെ നോക്കാം. പ്രിലിംസ് പോയിന്റിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒന്നും കൊണ്ട് നോക്കാം. അപ്പോൾ പ്രിലിംസ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിന്റെ വെർഡിക്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ വെർഡിക്റ്റ് ആണ് ഇപ്പോൾ ഈ നോം മെയിനായിട്ട് കൊണ്ടുവരാൻ കാര്യം. അതേപോലെ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിനെ കുറിച്ചിട്ടാണ്. ഇത് ഈ സർവീസിനെ ആക്ച്വലി പ്രപ്പോസ് ചെയ്യുന്ന ലോ കമ്മീഷനാണ് 1958 എന്തിനു വേണ്ടിയിട്ടാണ്? സെൻട്രലൈസ്ഡ് ജഡ്ജസിന്റെ പൂൾ കണക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കറന്റ് നമുക്ക് ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, സിവിൽ സർവൻസ്. അതൊരു പർട്ടിക്കുലർ കേഡർ പൂൾ ഓഫ് ഓഫീസേഴ്സ് ആണ്. ബോത്ത് സ്റ്റേറ്റിലും സെൻട്രലിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു പൂൾ ഓഫ് ജഡ്ജസിന്റെ കെയറിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ലോ കമ്മീഷൻ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിനെ റെക്കമെൻഡ് ചെയ്തത്. ഇത് 42nd അമെൻമെന്റ് ആക്ട് വഴി ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിനെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ആർട്ടിക്കിൾ 312 അണ്ടർ. ഓക്കെ, ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ജസ്റ്റിസ് ഷെട്ടി കമ്മീഷൻ. ഈ ജസ്റ്റിസ് ഷെട്ടി കമ്മീഷൻ എന്ന് വെച്ചാൽ ഇതിന് മുമ്പേ 3 ഇയർ നോം കൊണ്ടുവരണമെന്നുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഷെട്ടി കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇദ്ദേഹം ഈ 3 ഇയർ എക്സ്പീരിയൻസ് റൂളിനെ റിമൂവ് ചെയ്യണമെന്നാണ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ടാലന്റിനെ അട്രാക്ട് ചെയ്യില്ല എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് മെയിനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ യൂണിഫോം പേ ആൻഡ് ബെറ്റർ സർവീസ് കണ്ടീഷൻ ഫോർ ജഡ്ജസ് എന്നുള്ളൊരു ആസ്പെക്ട് ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് പ്രിലിംസ് പോയിന്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇനി മെയിൻസ് പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഗവർണൻസ് ആംബിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ജുഡീഷ്യൽ റിഫോംസ്, ഇന്റേണൽ സെക്യൂരിറ്റി ആംബിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും ജസ്റ്റിസ് ഡെലിവറി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബ്രീഫ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ന്യൂസ് വന്നിട്ട് ഒരു സ്പീഷ്യസ് സ്പെസിഫിക് ന്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ബിഹേവിയർ ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്ന ന്യൂസാണ്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഹൈലൈറ്റ് ചെയ്യുന്ന സ്പീഷ്യസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒലിവ് റിഡ്ലി ടർട്ടിൽസ് ആണ്. അപ്പോൾ എന്താ ഇപ്പോഴത്തെ ഒരു ബ്രീഫിൻ്റെ ഔട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ മാർച്ച് മാസം 2025 ഒരു മാസ്റ്റ് നെസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ മെയിനായിട്ട് എഗ് ലേ ചെയ്യാനും നെസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് വന്നു ഇവിടെ ഒഡീഷയുടെ ഋഷികുല്യ ബീച്ചിൻ്റെ അടുത്ത്. അപ്പോൾ ഇങ്ങനെ നോർമലി വരുന്നതിനെക്കാട്ടും ഒരുപാട് ടർട്ടിൽസാണ് വന്നത്. ഇത് കാരണം അവിടെ ഓവർ ക്രൗഡിങ് ഉണ്ടായിട്ടുണ്ട്, എഗ് ഡിസ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ട്, സൈറ്റ് ഡീഗ്രഡേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇത് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഒരു നിഷ ബിഹേവിയർ ആണ്. അതായത് ടർട്ടിൽസ് എക്സിബിറ്റ് ഫിലോപാട്രി. ഈ ഫിലോപാട്രി എന്ന് പറഞ്ഞ ഒരു നിഷ ആക്ടിവിറ്റി അവർ കാണിക്കുന്നുണ്ട്. എന്താണ് ഫിലോപാട്രി എന്ന് വെച്ചാൽ റിട്ടേണിംഗ് ടു നേച്ചുറൽ ബീച്ചസ് ഗൈഡഡ് ബൈ ജിയോ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് എർത്തിന്റെ ജിയോ മാഗ്നറ്റിക് ഫീൽഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ മെയിനായിട്ട് ഈ പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു നെസ്റ്റിംഗ് പ്ലേസിനെ അവർ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ വേറെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. കോൾഡ്, കോർ എഡി, സലൈനിറ്റി, ലാൻഡ് സ്ലോപ്പ്. ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇങ്ങനത്തെ ഒരു സൈറ്റ് അവർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇത്ര ഫേവറബിൾ ആയിട്ടുള്ള ലൊക്കേഷനാണ് ഇവിടെ ഒഡീഷയുടെ ഈ ഒരു ഋഷികുല്യ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസമായിട്ട് ഇങ്ങനെ ഒലിവ് വന്നത് കൊണ്ട് തന്നെ ഒരു ക്രൗഡിങ് ഇഷ്യൂ മെയിനായിട്ട് വന്നു. അപ്പോൾ ഇത് ഓതർ പറയുന്നത് വെച്ചാൽ ഇതൊരു ഡബിൾ എഡ്ജ് സോർഡാണ് ഹ്യൂമൻ ഇന്റർവെൻഷൻ എന്ന് വെച്ചാൽ. ഒന്ന് കൺസർവേഷന് നല്ലൊരു ആംബിറ്റ് തരുന്നുണ്ടെങ്കിലും ഇതിനെ ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ട് ആസ്പെക്റ്റിൽ കൊണ്ടുപോകുമ്പോൾ അത് ഇവരുടെ ഒരു നിഷ ആക്ടിവിറ്റി ഹൈലി ഒരു ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ നോർമൽ അല്ലെങ്കിൽ അവർ സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഈ നെസ്റ്റിങ്ങിനെ അത് ഹൈലി ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഓതർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. പിന്നെ കറസ്പോണ്ടിങ് നമ്മൾ പ്രിലിംസ് പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് സ്പീഷ്യസിനെ കുറിച്ച് തന്നെയാണ് ആദ്യമേ അറിയേണ്ടത്. ഒലിവ് റിഡ്ലി ടർട്ടിൽസ്. ഇതിന്റെ IUCN സ്റ്റാറ്റസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൾണറബിൾ സെക്ഷൻ ആണ്. ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഷെഡ്യൂൾ 1 പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പോപ്പുലേഷൻ ഗ്ലോബലി ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ നെസ്റ്റിംഗ് സൈറ്റ് വന്നിട്ട് ഋഷികുല്യ ഗിരിമാത ബീച്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഡീഷയിലുള്ള. ഇനി ഈ ഒരു മാസ് നെസ്റ്റിങ്ങിന് ഒരു പറയുന്ന പേരുണ്ട്, അരിബാധ എന്നാണ് പറയുന്നത്. ഇനി ഫിലോപാട്രി എന്ന് പറയുന്ന ഒരു നിഷ ബിഹേവിയർ ഉണ്ട്. അതായത് ബീച്ചിലോട്ട് തിരിച്ചു പോവുക നെസ്റ്റിങ്ങിന് വേണ്ടി. ആ ഒരു ഫിനോമിനൊക്കെയാണ് ഫിലോപാട്രി എന്ന് പറയുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സ്പീഷ്യസിന് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കീവേഡാണ് ഫിലോപാട്രി എന്ന് പറയുന്നത്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എൻവയോൺമെന്റ് ആസ്പെക്റ്റിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനും നിഷ ബിഹേവിയർ എന്നുള്ള ആസ്പെക്റ്റും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ബ്രീഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ പൊളിറ്റിക്കൽ ന്യൂസ് ഉണ്ടായിരുന്നു, എക്കോണമി റിലേറ്റഡ് ന്യൂസ് ഉണ്ടായിരുന്നു, ജുഡീഷ്യൽ ന്യൂസ് ഉണ്ടായിരുന്നു, എൻവയോൺമെന്റ് റിലേറ്റഡ് ആസ്പെക്റ്റിലുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ന്യൂസിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ നോട്ട്സിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ ന്യൂസ് വായിക്കുമ്പോൾ എൻ്റെ കൂടെ റിവൈസ് ചെയ്ത് പോവുക. അപ്പോൾ ഇതുപോലെ നാളെ അടുത്തൊരു ന്യൂസ് ബ്രീഫിൽ കാണാം. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.